അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആ വിവരം കെട്ട ചങ്ങാതി മഹാനായ CM വലിയുല്ലാഹിയുടെ മദ്ഹ് എന്ന രീതിയിൽ പാടിയ പാട്ടിനെ ന്യായീകരിക്കാൻ വന്ന നമ്മുടെ കുരുവട്ടൂർ നൗഷാദ് അവസാനം ഇബിലീസിനെ വരെ വെള്ള പൂശേണ്ട അവസ്ഥയിലെത്തി. ഇബിലീസിനെ വെള്ള പൂശിയതോടുകൂടി ആകെ പെട്ടുകിടക്കുകയാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. അത് ബോധ്യപ്പെടണമെങ്കിൽ നൗഷാദ് ഉള്ളാളത്ത് വെച്ച് നടത്തിയ പ്രസംഗത്തിൽ എനിക്ക് മറുപടിയായി പറഞ്ഞ ഭാഗം മാത്രം ഒന്ന് കേട്ടാൽ മതി. ഞാൻ കൂടുതൽ ആമുഖമൊന്നും പറയുന്നില്ല. മുമ്പ് പറഞ്ഞ വിഷയങ്ങളാണ് പലതും. അതുകൊണ്ട് തന്നെ പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുള്ളവർ മാത്രം തുടർന്നങ്ങോട്ട് കണ്ടാൽ മതി. നിങ്ങളുടെ സമയം ഈ കുരുവട്ടൂരികൾക്ക് വേണ്ടി ഞാനായിട്ട് കളയേണ്ട ആവശ്യമില്ലല്ലോ. നൗഷാദും ഞാനും തമ്മിലുള്ള ഈ ഒരു തർക്കം, അതിലെൻ്റെയും നൗഷാദിൻ്റെയും വാദമെന്താ? നൗഷാദ് മുമ്പ് വിഷയമൊന്നു മാറ്റി രക്ഷപ്പെടാനൊരു ശ്രമമൊക്കെ നടത്തി. ഞാനത് കയ്യോടെ പിടികൂടി. എന്താണ് രണ്ടുപേരുടെയും വാദമെന്ന് കൃത്യമായി ഞാൻ തന്നെ പറഞ്ഞു. നൗഷാദ് അത് കേൾപ്പിക്കുന്നുണ്ട്. എന്താ വാദം ഒന്ന് കൃത്യമാക്കുക. മദനി ഒന്ന് വന്നോട്ടെ. ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ എന്റെയും നൗഷാദിന്റെയും വാദം, നൗഷാദ് പറയുന്നത് ഇബിലീസ് അടക്കം ഏതൊരു ശൈത്വാനും തൗബ ചെയ്യുക, നന്നാവുക, മുസ്ലിമാവുക എന്നത് മുംകിനായ കാര്യമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ അത് നടക്കാൻ സാധ്യതയുള്ള കാര്യമാണ്, അസംഭവ്യമാണ്, മുഹാലാണ് എന്ന് പറയേണ്ടതില്ല എന്നാണ്. എന്നാൽ എൻ്റെ വാദം, ഇബിലീസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവൻ ഒരിക്കലും മുസ്ലിമാവുകയില്ല. അത് മുഹാലാണ്, അസംഭവ്യമാണ്. ഇനി നൗഷാദ് കൊണ്ടുവന്ന വാദം മനസ്സിലായല്ലോ. വാദം മനസ്സിലായി. ഇതാണ് വാദമെന്ന് ഞാൻ പറഞ്ഞിട്ടും നൗഷാദ് അതല്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നൗഷാദും ഇതാണ് എൻ്റെയും നൗഷാദിൻ്റെയും വാദമെന്ന് അംഗീകരിച്ചിരിക്കുകയാണ്. ഇനി എന്താ വേണ്ടത്? പ്രമാണങ്ങൾ പറയണം. എന്നാൽ പ്രമാണങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നോക്കാം. തീർച്ചയായിട്ടും പ്രമാണങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ നോക്കണമല്ലോ. നൗഷാദ് പറഞ്ഞോളൂ. നമ്മൾ ഒരുപാട് പ്രമാണങ്ങൾ നേരത്തെ പഠിപ്പിച്ചിരുന്നു. ആ പഠിപ്പിച്ചതിനൊക്കെ കൃത്യമായി മറുപടിയും പറഞ്ഞിരുന്നു. എന്താ ആദ്യം പഠിപ്പിച്ചത്? ആദ്യം പഠിപ്പിച്ചത് പറയി. ശൈത്താൻ എല്ലാരും സമീപത്തുണ്ട് എന്ന് മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ശൈത്താൻ മുസ്ലിമായി മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ശൈത്താൻ മുസ്ലിമായി. ആ ശൈത്താനാണെങ്കിലോ ഇബ്ലീസിന്റെ നേരെ സന്താന പരമ്പരയിൽ വരുന്ന ആളുമാണ്. ആ ശൈത്താൻ ഇബ്ലീസിന്റെ നേരെ സന്താന പരമ്പരയിൽ വരുന്ന ആളാണെന്ന് പറഞ്ഞത് ചിലപ്പോൾ നൗഷാദിന്റെ ഓർമ്മക്കുറവായിരിക്കാം. എന്തോ ആകട്ടെ. ഇനി ആണെങ്കിലും അല്ലെങ്കിലും ശൈത്വാൻ മുസ്ലിമാവുക എന്നത് അസംഭവ്യമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ വാദം എന്താണെന്ന് നൗഷാദ് കേൾപ്പിച്ചല്ലോ. ഇബ്ലീസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി മുസ്ലിമാവുക എന്നത് അസംഭവ്യമാണ്. ആ വിവരം കെട്ട ചങ്ങാതി പാടിയ പാട്ടിനകത്തുള്ളത് വേണ്ടി വന്നാൽ ഇബ്ലീസും മടവൂരിൻ്റെ കൊടി പിടിക്കുമെന്നാണ്. അത് സംഭവിക്കുന്ന കാര്യമേയല്ല. ഇതാണ് എൻ്റെ വാദം. ഇബ്ലീസാണ് വാദം. ഇബ്ലീസ് അല്ലാത്ത മറ്റ് ശൈത്വാന്മാർ അവർ മുസ്ലിമാവുക എന്നത് സാധ്യമാണ്. അപ്പോൾ ഒന്നാമത് കൊണ്ടുവന്ന ഈ തെളിവ് ഈ ചർച്ചയ്ക്ക് പറ്റിയ തെളിവേയല്ല. അന്നേ മറുപടി പറഞ്ഞതാണ്, പിന്നെ മിണ്ടിയിട്ടില്ല. ഇനി എന്താണ് പറയുന്നത്? ചോദിച്ചതന്നെ, എന്നെയും എന്റെ സന്താന പരമ്പരകളെയും നിങ്ങൾ ഔലിയാക്കള് സഹായികളാക്കുകയാണോ? അവർ നിങ്ങളുടെ ശത്രുവാണ്. അതെ, അല്ലാഹു തആല അൽ കഹ്ഫ് സൂറത്തിൽ പറഞ്ഞതാണത്. അതിന് ഞാൻ മറുപടി പറഞ്ഞല്ലോ. എന്താ ഒരക്ഷരം അതിനെക്കുറിച്ച് മിണ്ടാതിരുന്നത്? മഹാനായ ഇബ്നു അത്തിയ്യ റഹിമഹുല്ലയുടെ തഫ്സീർ എടുത്തു വെച്ചിട്ട് ആ ദുർരിയത്ത് എന്ന് പറഞ്ഞാൽ വഴിപിഴപ്പിക്കുന്ന, വസ്വാസുണ്ടാക്കുന്ന ശൈത്വാന്മാരാണ് ശത്രുക്കൾ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതല്ലാതെ ശൈത്വാൻ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും അവർ നരകത്തിലാണ് എന്നതിന് നൗഷാദ് ഒരു പ്രമാണവും കൊണ്ടുവന്നിട്ടില്ല. ഈ കൊണ്ടുവന്ന ആയത്തിനകത്തുള്ള തഫ്സീർ ഞാൻ വായിച്ചിട്ട് നൗഷാദ് വാ തുറന്നിട്ടില്ല. എന്നിട്ടോ അടുത്ത പ്രമാണം എന്താ നൗഷാദെ? മാത്രല്ല ഹാമത്തുബിന് ഇബിലീസ് എന്ന ഇബിലീസിന്റെ പേരക്കുട്ടി പോയി നൂഹ് നബിന്റെ സദസ്സിൽ വന്ന് മുസ്ലിമായ കഥ നമ്മൾ ഉദ്ധരിച്ചു.
അത് സ്വഹിയല്ല എന്നൊക്കെ പറഞ്ഞു നോക്കി, തെളിവ് നമ്മൾ ഉദ്ധരിച്ചു, ഹസനാന്ന് രേഖപ്പെടുത്തി, ഒന്നും പറയാനില്ലാത്ത അവസ്ഥയിൽ മാറി. ഇനി നോക്കിട്ടോ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതങ്ങനെ അവിടെ നിർത്തല്ലേ നൗഷാദെ. സ്വഹീഹാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാനവിടെ ചില കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്. നൗഷാദിൻ്റെ സകല വാദങ്ങളും പൊളിച്ചു കളയുന്ന ഇബാറത്തായിരുന്നല്ലോ ലി ഹദീസിൻ ഹസനിൻ എന്ന് പറയുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള ഭാഗം. മഹാനായ മുല്ല അലിയുൽ ഖാരി ഇബ്നു ഹജറിനിൽ ഹൈത്തമി റഹിമഹുല്ലയെ തൊട്ട് ഉദ്ധരിച്ചത് ഞാനത് വായിച്ചു. എന്തായിരുന്നു അത്? ശൈത്വാൻ മുസ്ലിമാവുക എന്ന് പറയുന്ന വിഷയത്തിൽ കൊടിയ ശൈത്താൻ മുസ്ലിമാവുകയില്ല എന്നും അതല്ലാത്ത മറ്റു ശൈത്വാന്മാർ മുസ്ലിമാവുക എന്നത് മുംകിനായ സാധ്യമായ കാര്യമാണ് എന്നതും എൻ്റെ വാദത്തിന് തെളിവാണ് എന്ന് നൗഷാദ് വായിച്ച ഇബാറത്തിൻ്റെ തൊട്ടു മുമ്പുള്ള വരിയിൽ നിന്ന് ഞാൻ വായിച്ചില്ലേ? വാ തുറന്നോ നൗഷാദെ. മറുപടി ഞാൻ ഓരോന്നും പറഞ്ഞിട്ടുണ്ട്, അത് കേൾപ്പിച്ചിട്ട് കൃത്യമായി ഗണ്ണിക്കാൻ എന്താ നൗഷാദിന് കഴിയാത്തത്? എന്നിട്ടിങ്ങനെ ഉരുണ്ടുമറിയാൻ അവസാനം എന്താ പറഞ്ഞെന്നറിയോ? അള്ളാന്റെ കഴിവിനെ വരെ ചോദ്യം ചെയ്യുകയാണ് എന്നാണ്. ഇവിടെ ഇവര് മശായിഖിന്റെ മാത്രമല്ല അള്ളാഹുവിന്റെ കഴിവിനെയും ചോദ്യം ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ കഴിവിനെ ചോദ്യം ചെയ്തതിന് തെളിവായിട്ടുള്ള ഹദീസാണ് ഇനി നൗഷാദ് കൊണ്ടുവരാൻ പോകുന്നത്. തുടർന്ന് അങ്ങോട്ട് പറയുന്ന മുഴുവൻ ഭാഗവും ഞാൻ കേൾപ്പിക്കുന്നില്ല. ആ ഹദീസ് ഇങ്ങനെ വായിച്ചിട്ട് നൗഷാദ് വിശദീകരിക്കുന്നതാണ്. പ്രധാനപ്പെട്ട ഭാഗം മാത്രം ഒന്ന് കേൾപ്പിക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാം റബ്ബിനെ വിളിച്ചു. ഫഔഹല്ലാഹു ഇലൈഹി, അല്ലാഹു വഹി അറിയിച്ചു, അന്ന തൗബതഹു അൻ യസ്ജുദ ലിഖബരി ആദം. അന്ന തൗബതഹു അർത്ഥങ്ങൾ വെച്ചാൽ കൃത്യമായി അല്ലാഹുക്കും പറയാൻ പാടില്ല. അത് അല്ലാഹു പറയാണ് എന്ത്? അന്ന തൗബതഹു, ഇബ്ലീസിന്റെ തൗബ, അൻ യസ്ജുദ ലിഖബരി ആദം, ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് സുജൂദ് ചെയ്യലാണ്. അപ്പൊ തൗബ ഉണ്ട്, അത് മുംകിനാണ്. ഇബ്ലീസ് ചെയ്തോ ഇല്ല എന്നുള്ളതല്ല. അതെ, ഇബ്ലീസ് ചെയ്തോ ഇല്ലയോ എന്നതല്ല, ഇബ്ലീസ് ചെയ്യില്ല എന്നതാണ് പ്രധാനം. ഇബ്ലീസ് ചെയ്യില്ല എന്ന് അള്ളാഹുവിന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇബ്ലീസ് ശപിക്കപ്പെട്ടവനാണെന്നും കാലാകാലം നരകത്തിലാണെന്നും അള്ളാഹു ഖുർആനിൽ പഠിപ്പിച്ചത്. ഇനി അതിന് മാറ്റമുണ്ടാകാൻ പറ്റില്ല. അങ്ങനെ മാറ്റമുണ്ടായാൽ ഖുർആൻ പൊളിഞ്ഞു പോകും. ഇതൊക്കെ ഞാൻ എത്ര തവണ പറഞ്ഞു. ഒരക്ഷരം കൊണ്ടെങ്കിലും ഇതിനെ നൗഷാദ് ഖണ്ഡിച്ചിട്ടുണ്ടോ? ഇപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവിനെ ഞാൻ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ ചെങ്ങാതി കൊണ്ടുവന്ന ഹദീസിൽ അള്ളാഹു തആല ഇബ്ലീസിന് തൗബ ചെയ്യാൻ ഇന്നത് ചെയ്താൽ മതി എന്ന് പറഞ്ഞതാണത്രേ മുംകിനാണ് എന്നതിന് തെളിവ്. എൻ്റെ ചെങ്ങാതി, അള്ളാഹ്ക്ക് അറിയില്ലേ ഇബ്ലീസ് തൗബ ചെയ്യില്ല എന്ന്? ആദം നബി അലൈഹിസ്സലാമിൻ്റെ ഖബറിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്താൽ മതി, അവന് തൗബയുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞത് അവൻ നന്നാകൂന്ന് വിചാരിച്ചിട്ടാണോ? ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞില്ലേ, നബിയെ അങ്ങ് ശിർക്ക് ചെയ്താൽ അങ്ങയുടെ അമലുകൾ പൊളിഞ്ഞു പോകും. നബി തങ്ങൾ ശിർക്ക് ചെയ്യും എന്നതുകൊണ്ടാണോ? അപ്പോൾ പിന്നെ അള്ളാഹു അങ്ങനെ പറഞ്ഞതോ? അതൊക്കെ ഓരോ പാഠങ്ങൾ നൽകലാണ്, സമൂഹത്തെ പലതും പഠിപ്പിക്കലാണ്. ഇതൊന്നും തിരിയാതെ ഇബ്ലീസിനെ ഇങ്ങനെ ന്യായീകരിക്കാൻ വന്ന ഈ ചെങ്ങാതി അവസാനം ഞാൻ ഇയാളുടെ എര കുടുങ്ങിയിട്ട് കരയിലേക്ക് വലിച്ചു കയറ്റി എന്ന് പറഞ്ഞ് മഹാനായ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി മഹാനവറുകളുടെ കിതാബിൽ നിന്ന് വളരെ കൃത്യമായൊരു ഇബാറത്ത് വായിച്ചിരുന്നു. നൗഷാദ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമം, ഒരു ഉഡായിപ്പ് ഒന്ന് കണ്ടു നോക്ക്. അപ്പൊ സംഭവിച്ചിട്ടില്ല എന്നതൊരു കാര്യം, അതാണ് ഇമാം ഷഅറാനി തങ്ങളൊക്കെ പറഞ്ഞത്. അതേ സമയത്ത് മുംകിനാണ്, സാധ്യതയുണ്ട്, വളരെ കൃത്യമായി ഇമാമിങ്ങൾ എഴുതി വെച്ചു. ഏത് ഇമാമാണ് നൗഷാദെ ഇബ്ലീസിന് തൗബ ചെയ്യുക എന്നത് മുംകിനാണ് എന്നെഴുതി വെച്ചത്? പച്ച നുണ പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കല്ലേ. എന്തേ ഷഅറാനി ഇമാമിൻ്റെ ഇബാറത്ത് തൊടാതിരുന്നത്? നൗഷാദെ ഇബാറത്ത് എന്താ വായിക്കാതിരുന്നത്? കുഞ്ഞാടുകളെ പറ്റിക്കാൻ എളുപ്പമാണല്ലേ. എന്നാൽ ഇമാം ഷഅറാനി പറഞ്ഞത് സംഭവിച്ചിട്ടില്ല എന്നല്ല,
ഒരിക്കലും സംഭവിക്കുകയില്ല എന്നല്ലേ നൗഷാദെ? ആ ഇബാറത്ത് ഞാൻ കൃത്യമായി വായിച്ചു തന്നില്ലേ? നോക്കൂ എന്താ ഇമാം ഷഅറാനി തങ്ങൾ പറഞ്ഞത്. എൻ്റെ അതേ വാദം തന്നെയല്ലേ ഷഅറാനി ഇമാമ് പറഞ്ഞത്? ഫഇന്ന ഇബ്ലീസ ഖദ് അൻളറഹുല്ലാഹു തആല ഇലാ യൗമിദ്ദീൻ. ഇബ്ലീസിന് അല്ലാഹു തആല ലോകാവസാനം വരെ ആയുസ് നീട്ടിയിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞതെന്താ? ഫലാ യസിഹു അയ്യുസ്ലിമ അബദാ. അവനൊരിക്കലും മുസ്ലിം ആവുകയില്ല. ഈ ഇബാറത്തിനെ തൊടാൻ വായിക്കാൻ ആൺകുട്ടിയാണോ നൗഷാദെ? വെല്ലുവിളിക്കാൻ ഞാൻ വെറുതെ ഓടിച്ചിട്ട് അങ്ങോട്ട് ഷെഹറാനി ഇമാം അതാണ് പറഞ്ഞത് എന്ന പച്ച പൊള്ളു പറഞ്ഞ് രക്ഷപ്പെട്ടാൽ മതിയോ? ഇബാറത്ത് വായിക്ക് നൗഷാദെ, അർത്ഥം പറ നൗഷാദെ. ഇതിനല്ലേ ഖണ്ഡനമെന്ന് പറയുന്നത്, അല്ലാതെ കുഞ്ഞാടുകളെ പൊട്ടീസാക്കാനോ? എന്നിട്ട് ഷെഹറാനി ഇമാമ് വളരെ കൃത്യമായി തന്നെ എന്തുകൊണ്ടാണ് ഇബ്ലീസ് ഒരിക്കലും തൗബ ചെയ്യുകയില്ല എന്ന് പറഞ്ഞത്, അതിൻ്റെ കാരണമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. നൗഷാദ് ആ ഭാഗത്തേക്കേ തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മുടെ ഈ ചർച്ചയ്ക്ക് വേറൊന്നും വേണ്ട. ഷഅറാനി ഇമാമിൻ്റെ അൽ യവാഖീത്ത് വൽ ജവാഹിർ എന്ന കിതാബിൽ നിന്ന് ഞാൻ വായിച്ച ആ ഒരൊറ്റ ഇബാറത്തു മതി. ധൈര്യമുണ്ടോ നൗഷാദിന് വായിക്കാൻ, വിശദീകരിക്കാൻ, അർത്ഥം പറയാൻ, നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ, കുഞ്ഞാടുകളുടെ കണ്ണിൽ പൊടിയിടാൻ നൗഷാദ് നടത്തിയ തട്ടിപ്പാണ് ഉള്ളാളത്ത് വെച്ച് നമ്മൾ കണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.